ജസ്റ്റ് ഇമാജിൻ ഒരു 100 കിലോ വെയിറ്റ് വരുന്ന ഒരു ചാക്ക് നിങ്ങളെ തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി ലൈഫിലെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, കിടന്നുറങ്ങുന്നത്, രാവിലെ എണീക്കുന്നത്, നിങ്ങൾ ചായ കുടിക്കുന്നത്, നിങ്ങൾ ഓഫീസിൽ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തലയിൽ ഒരു 100 കിലോ വെയിറ്റുള്ള ഒരു ചാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുക? യു ഫീൽ ടയേർഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 100-ലേറെ കിലോ വെയിറ്റുള്ള ഒരുപാട് ചാക്കുകൾ നിങ്ങളെ തലയിലുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഹായ് ഹലോ, ഐ എം ജുനൈ സൈമൺ, ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട 3 ഏരിയാസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. സോ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ചാക്കുകളിലുള്ളത്? 100 കിലോയിലേറെ ഭാരമുള്ള എന്ത് ചാക്കുകളാണ് നമ്മളുള്ളിലുള്ളത്? ഇറ്റ്സ് ഇമോഷണൽ ബാഗേജ്. അതായത് നമുക്കുള്ളിൽ നമ്മൾ പോലും അറിയാതെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഇമോഷൻസിൻ്റെ ഭാണ്ഡക്കെട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭാണ്ഡക്കെട്ട് നമ്മളെ ഹെൽത്തിനെ, നമ്മളെ റിലേഷൻഷിപ്പിനെ, നമ്മളെ വെൽത്തിനെ, നമ്മളെ കരിയറിനെ, ഇങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇമോഷണൽ ബാഗേജ്? എന്താണ് ഇമോഷണൽ ഭാണ്ഡക്കെട്ട്? ഇതെങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ഓരോ ഡേയ്സിലെയും നമ്മളെ ബാധിക്കുന്നത്? അതുപോലെ തന്നെ എങ്ങനെ ഇത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും? ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മേക്ക് ഷുവർ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുള്ളത്. എന്താണ് ഇമോഷണൽ ബാഗേജ്? എന്താണ് ഈ ഭാണ്ഡക്കെട്ട്? നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ് ആണെന്ത്? ഇമോഷണൽ ബാഗേജ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ്, ചില അബ്യൂസുകൾ, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ വന്നിട്ടുള്ള ചില ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ ചില സംഗതികളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ ഗിൽട്ട്, ഷെയിം, നമ്മളെ ചില ആളുകളൊക്കെ ആയിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരുപാട് ഭാണ്ഡക്കെട്ടുകൾ നമ്മളുള്ളിൽ കിടക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അതൊക്കെ മറന്ന് പോയിട്ടുണ്ടാവും. ബട്ട് എക്സാക്ട്ലി നമ്മളെപ്പോഴും ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെന്ത്? നമ്മളൊരു സംഭവത്തിനെ മറക്കുക എന്ന് പറയുമ്പം, ഇതാ ഈ ഒരു പെണ്ണ് ഞാൻ മറക്കുക എന്ന് പറയുമ്പം അതിങ്ങനെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് എനി ടൈം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് എൻ്റെ ഈ ഒരു കൈ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ പെണ്ണ് വീണ്ടും കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് ഇമോഷൻസിനെ മറന്നിട്ടുണ്ട്. എക്സാക്ട്ലി അത് നമ്മൾ സബ് കോൺഷ്യസിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇത് പല സിറ്റുവേഷൻസിൽ ഓരോ ദിവസവും പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇമോഷണൽ ബാഗേജ് നമ്മളെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉള്ളിലുള്ള ആളുകൾ അവരുടെ റിലേഷൻഷിപ്പും ഒന്നെങ്കിൽ എന്ത് ചെയ്യും, അവർ ആളുകളെ പുഷ് ചെയ്യും, അവരിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആളുകളുമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ എന്തായിരിക്കും അവരവരുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവരുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഹീൽ ചെയ്യുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതും അവർക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇമോഷണൽ ബാഗേജ് നമ്മളെ സെൽഫ് വർത്തിനെ നല്ല പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിയർ വരുന്നുണ്ട് എന്നുള്ളത് എന്താണ്, നമ്മളെ സെൽഫ് വർത്തിനെ ബാധിച്ചതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, നമുക്ക് നമ്മളെ സെൽഫിനെ തന്നെ ഒരു ഡൗട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളങ്ങനെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു തെളിവാണ്. നമ്മളെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടില്ല. അതൊക്കെ സ്റ്റിൽ നമ്മളെ മൈൻഡിൽ എന്താണ്, അലൈവാണ്. ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ആ സമയം എന്ത് ചെയ്യും, അവർ മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും മുമ്പ് എന്ന് പറയുന്നത്? അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഇൻസിഡൻ്റ് ഒക്കെ ഒട്ടും തന്നെ ഹീൽഡ് ആവാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ ഒരു മുറിവായിട്ട് അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ വരുന്നൊന്നാണ് നമ്മളെ കരിയറിൽ ഈ ഒരു ഇമോഷണൽ ബാഗേജ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ലൈഫിൽ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, സക്സസ്ഫുൾ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഓപ്പർച്യൂണിറ്റി എടുക്കൂല. ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് ഫെയിലിയർ. കാരണം നമ്മൾ പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ഫെയിൽ ആയിട്ടുണ്ടാവും. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എടുക്കാതെ പോകും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ അധികം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, സ്റ്റേജ് ഫിയർ എന്നുള്ളത്. എക്സാക്ട്ലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് സ്റ്റേജ് ആണോ പേടി? നോ. അവിടെ നിങ്ങൾക്ക് പേടിയായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ മുമ്പ് എപ്പോഴോ മേ ബി നിങ്ങളെ ചൈൽഡ്ഹുഡിലൊക്കെ
ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാവും. ആ കളിയാക്കലിൻ്റെ ഒരു മുറിവ് നിങ്ങളുള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളിപ്പോഴും സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതിനോ നിങ്ങൾ ആശയം മറ്റുള്ള ആളുകളായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോ പേടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇമോഷണൽ ബാഗേജ് ഒഴിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽത്തിനെയും നമ്മളെ റിലേഷൻഷിപ്പിനെയും നമ്മളെ കരിയറിനെയും എല്ലാം എന്ത് ചെയ്യും, നല്ല ബെസ്റ്റ് ആക്കിയിട്ട് ബെറ്ററായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ഇത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രാക്ടിക്കൽ ടൂൾസാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ഒന്നാണ് എന്ത്, ഫസ്റ്റ് റിയലൈസ് ദെൻ റിലീസ്. നിങ്ങൾ എന്താണോ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതാദ്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങളുള്ളിൽ എന്താണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഇമോഷൻസ് ഉള്ളത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. നിങ്ങളെ ഫോണോ ബാക്കിയുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളോ ഒന്നുമില്ലാതെ നിങ്ങൾ തനിയെ ഇരുന്നിട്ടൊന്ന് ആലോചിക്കുക, എൻ്റെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്ത് സംഭവമാണ് ഇപ്പം എന്നെ വേദനിപ്പിക്കുന്നത്. അങ്ങനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് അതൊരു പേപ്പറിൽ നോട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇനി രണ്ടാമതായിട്ട് അതിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിലീസ് ലെറ്റർ എഴുതാം. നിങ്ങളെ സെൽഫിൽ അന്ന് നടന്നിട്ടുള്ള ആ ഒരു സംഭവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഈവൻ ചില ഒരു സിറ്റുവേഷൻ, ഒരു ആർഗ്യുമെൻ്റ് ആണ്, ഞാൻ ഒരാളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തർക്കമാണ്, അന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ബട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ലെറ്റർ എഴുതുക. എന്നിട്ട് ആ ലെറ്റർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബേൺ ചെയ്ത് കളയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് കീറി കളയാം എന്നുള്ളതാണ്. ഇത് നിങ്ങളെ ഇമോഷനെ നിങ്ങളെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന്, നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് അവസാനമായിട്ട് ഇതുപോലത്തെ ഇമോഷൻ ബാഗേജിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഫർമേഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫർമേഷൻ ഞാൻ എന്ത് ചെയ്യാം, താഴെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഓർക്കുക, പാസ്റ്റ് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, ബട്ട് ആ പാസ്റ്റ് നമ്മളുള്ളിൽ എങ്ങനെയാണ് ലീവ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കിപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് തന്നെ, നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ നിങ്ങളെ തലയിൽ നിൽക്കുന്ന ഒരുപാട് ചാക്കുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇറക്കി തുടങ്ങാം എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു സംഭവമാണ് എന്ത്, നിങ്ങളെപ്പോലെ തന്നെ ഇമോഷൻ ബാഗേജ് കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകൾ. അവർക്കൊക്കെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.